പഠിക്കാൻ പ്രായമില്ല, പഠിക്കാനുള്ള മനസ്സ് മതി. അങ്ങനെ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇഡിയംസ് യൂസ് ചെയ്ത് സംസാരിക്കുന്ന രീതി വളരെ കുറവാണ്. എന്നാൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയ ഇഡിയംസ് പഠിച്ചാലോ? ഡെയിലി കോൺവെർസേഷനിൽ ആഡ് ചെയ്യാവുന്ന കുറച്ച് ഇഡിയംസ്. ആദ്യത്തെ നോക്കാം. ഗോട്ട് എ മിനിറ്റ്. ഗോട്ട് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡു യു ഹാവ് ടൈം റൈറ്റ് നൗ? ഡു യു ഹാവ് ടൈം റൈറ്റ് നൗ? മലയാളത്തിൽ പറയാറില്ലേ, കുറച്ച് സമയമുണ്ടോ നിനക്ക്? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ കുറച്ച് സമയമുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗോട്ട് എ മിനിറ്റ് എന്ന് ചോദിക്കാം. ഒരു സെന്റൻസ് എഴുതി നോക്കിയാലോ? സെന്റൻസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഹേയ് രാഹുൽ, രാഹുലിനോടാണ് പറയുന്നത്. ഗോട്ട് എ മിനിറ്റ്, ഗോട്ട് എ മിനിറ്റ്. I have something to tell you. I have something to tell you. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ അത് കേൾക്കാനായിട്ട് നിനക്ക് സമയമുണ്ടോ എന്ന് എനിക്ക് അറിയണം അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാണ്, രാഹുൽ got a minute, I have something to tell you. നോക്കിയേ, get ducks in a row. Get ducks in a row. വളരെ എളുപ്പമുള്ള ഒരെണ്ണമാണ്. Getting your things well organized. അതിന്റെ അർത്ഥമാണ് getting your things well organized. എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി വയ്ക്കുക എന്ന് പറയാറില്ലേ? അതായത് ഒരു കാര്യത്തിന് മുൻപ് അതിനു വേണ്ടിയുള്ള എല്ലാം റെഡിയാക്കി വെക്കുക എന്നൊരർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് get ducks in a row. സെന്റൻസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. You should get your ducks in a row before you start the new work. Before you start the new work. ആ ന്യൂ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി വെക്കുക. You should get your ducks in a row before you start the work. ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയില്ലേ? അടുത്തത് നോക്കാം. ഹാർഡ് ഹാർട്ടഡ്. ഹാർഡ് ഹാർട്ടഡ്. Unwilling to change an idea or opinion. Unwilling to change an idea or opinion. ഹാർഡ് ഹാർട്ടഡ് എന്നത് വളരെ ഉറച്ച മനസ്സുള്ള അല്ലെങ്കിൽ തന്റെ അഭിപ്രായത്തിൽ നിന്ന് എളുപ്പം മാറാത്ത എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെന്റൻസ് നോക്കിയേ. I can't work with Rahul. I can't work with Rahul. He is so hard-hearted. So hard-hearted. എനിക്ക് രാഹുലിന്റെ കൂടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം he is so hard-hearted. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇഞ്ച് വിട്ടു തരില്ല. ഇതൊരു നെഗറ്റീവ് അർത്ഥത്തിൽ യൂസ് ചെയ്യണം എന്നില്ല, പോസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. സിറ്റുവേഷൻ അനുസരിച്ചാണ് ഹാർഡ് ഹാർട്ടഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൻ പിഗ്സ് ഫ്ലൈ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയില്ലാത്തത്. സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അല്ലെങ്കിൽ സാധ്യമായിട്ടില്ലാത്ത കാര്യം എന്നതാണ് വെൻ പിഗ്സ് ഫ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തില് കാക്ക മലന്നു പറക്കുമ്പോൾ എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. ഇതിനോട് റിലേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് വെൻ പിഗ്സ് ഫ്ലൈ. സെന്റൻസ് നോക്കാം. He will wake up early. He will wake up early when pigs fly. Pigs fly. അപ്പോൾ അവൻ നേരത്തെ എഴുന്നേൽക്കാന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. He will wake up early when pigs fly. അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് പിഗ്സ് ഫ്ലൈ എന്ന് യൂസ് ചെയ്യാം. ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ലക്ക്. ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ എന്നെല്ലാം പറയാറില്ലേ? അത് മാറ്റി നമുക്ക് ബ്രേക്ക് എ ലെഗ് എന്ന് പറയാം. My best friend
has an exam tomorrow. Exam tomorrow. I told her break a leg. Break a leg. അതല്ല ഇനി നമ്മൾ ഓരോ പെർഫോമൻസിനൊക്കെ പോകുമ്പോൾ വിഷ് ചെയ്യാറില്ലേ ഓൾ ദ ബെസ്റ്റ് എന്ന്, അവിടെയെല്ലാം നമുക്ക് ബ്രേക്ക് എ ലെഗ് എന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ടു ഫീൽ അണ്ടർ ദ വെദർ. ടു ഫീൽ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നോട്ട് ഫീൽ വെൽ. സാധാരണ രീതിയിൽ നോട്ട് ഇൻ ഗുഡ് ഹെൽത്ത് എന്ന് പറയാറില്ലേ, വയ്യാത്തൊരു സമയത്ത് നമുക്ക് പറയാം ടു ഫീൽ അണ്ടർ ദ വെദർ. സെന്റൻസ് നോക്കിയേ. ഷീ didn't come to the class. Come to the class because she was feeling under the weather. Under the weather. She was feeling under the weather. അവൾ ആ ക്ലാസ്സിൽ വന്നില്ല കാരണം വയ്യായിരുന്നു. അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്തത്? Because she was feeling under the weather. Last one. ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാവല്ലേ. പ്രൂവ്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒന്നിന്റെ കഴിവിനെയോ എഫക്റ്റീവ്നെസ്സിനെയോ തെളിയിക്കുന്ന പരീക്ഷ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ആസിഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. വിന്നിങ് ദ ചാമ്പ്യൻഷിപ്പ് വാസ് ദ ആസിഡ് ടെസ്റ്റ് ഓഫ് their ടീം വർക്ക്. അവരുടെ ടീം വർക്കിന്റെ അവരുടെ ടീം വർക്ക് എന്താണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ആസിഡ് ടെസ്റ്റ് ആണ്, ഒരു പരീക്ഷയാണ് എന്ത്? ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക എന്നുള്ളത്. വിന്നിങ് ദ ചാമ്പ്യൻഷിപ്പ് വാസ് ദ ആസിഡ് ടെസ്റ്റ് ഓഫ് ദ ടീം വർക്ക്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് കഴിവ് അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് തെളിയിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആസിഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇഡിയംസിനെ കുറിച്ചാണ്. ഓരോന്നും പഠിക്കുക, മീനിങ് മനസ്സിലാക്കുക, അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.